ഇത് പവർട്രോണിക്സിൻ്റെ ഫ്യൂലെക്സ് ഓട്ടോ ട്യൂൺ പ്രോ ആണ്. അപ്പോൾ നിഞ്ച 300 ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. സിമ്പിളാണ്. ഇതൊരു സ്വിച്ചും ഉണ്ട്. ഫ്യൂലെക്സിൻ്റെ ആ സ്വിച്ചും ഒരു കോഡ് വയറും നമ്മുടെ വയറിംഗ് കിറ്റിൻ്റെ ഒരു കോഡ് വയർ, അതിലൊരു എർത്ത് വയറും വരുന്നുണ്ട്. ഈ കോഡ് വയർ നമ്മുടെ ഫ്യൂലെക്സിൻ്റെ ECU കണക്ട് ചെയ്യാനുള്ളതും, ഫ്യൂലെക്സിൻ്റെ ഈ ഒരു സാധനം ഇത് മെയിനായിട്ട് നോക്കിയിരുന്നാൽ മാത്രം മതി. ഇത് O2 സെൻസർ, നമ്മൾ നിഞ്ച 300 ലെഫ്റ്റ് സൈഡിൽ O2 സെൻസറിൻ്റെ കോഡുണ്ട്. മെയിലും ഫീമെയിലും വരുന്നുണ്ട്. അതിനകത്ത് ഇത് കണക്ട് ചെയ്താൽ മാത്രം മതി ഈ ഫ്യൂലെക്സ് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി ഈ കോഡർ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ എർത്ത് വയറുണ്ട്. എർത്ത് വയർ നമ്മൾ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു എർത്ത് വയർ കൊടുക്കുക, സ്വിച്ച് കണക്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. മെയിൻ നോക്കേണ്ട മെയിലും ഫീമെയിലും ഉള്ള ഈ ജാക്ക് O2 സെൻസർ, ഓക്സിജൻ സെൻസറിൻ്റെ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ സ്വിച്ചിൽ നിന്ന് വരുന്ന കോഡ് വയറാണ്. ഇപ്പം ഞാൻ കാണിച്ചത് അത് നമ്മുടെ ഫ്യൂലെക്സിൽ ഈ ജാക്കിൽ കൊടുക്കുക. ഫ്യൂലെക്സിൻ്റെ രണ്ടാമത്തെ ജാക്ക് നമ്മുടെ വയറിംഗ് കിറ്റ്, ഫ്യൂലെക്സിൻ്റെ വയറിംഗ് കിറ്റ് കിട്ടുന്നില്ലേ, ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ഈ വയറിംഗ് കിറ്റ്. ഇത് നമ്മുടെ ഫ്യൂലെക്സിൻ്റെ രണ്ടാമത്തെ ജാക്കിൽ കണക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളൂ. മെയിനായിട്ട് O2 സെൻസർ, ഓക്സിജൻ സെൻസറിൻ്റെ മാത്രം ആ മെയിലും ഫീമെയിലും വയറിംഗ് കിറ്റ് വരുന്ന നമ്മുടെ ഫ്യൂലെക്സിൻ്റെ വയറിംഗ് കിറ്റ് വരുന്ന അത് കണക്ട് ചെയ്യുക. അത് മാറിപ്പോയിരുന്നാൽ മാത്രം മതി. ബാക്കി നിങ്ങൾക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഈ സാധനം. നമ്മൾ എർത്ത് വയർ, ഫ്യൂലെക്സിൻ്റെ എർത്ത് വയർ ഇവിടെ കണക്ട് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. നമ്മുടെ എർത്ത് വയർ മെയിനായിട്ട് നമ്മുടെ ബോഡി കണക്ട് ചെയ്യുന്ന സാധനമാണ്. അത് അവിടെ കണക്ട് ചെയ്യുക. ഈ 2 ജാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ജാക്ക് കൂടെ കണക്ട് ചെയ്താൽ മതി. വേറെ ഒന്നുമില്ല. ഒന്നുകൂടെ ഞാൻ ഈ കോഡ് വയർ കാണിക്കുന്നത് നോക്കി വെച്ചിരിക്കുക. യൂസ്ഫുള്ളാവും നിങ്ങൾക്ക്.